Helen Reacts. Today I'm going to review the movie Dunki. Dunki രാജ്കുമാർ ഹിറാനിയുടെ ഡങ്കി അത്യാവശ്യം എക്സ്പെക്ടേഷനിൽ തന്നെ ഞാൻ പോയി കണ്ട ഒരു സിനിമയാണ്. രാജ്കുമാർ ഹിറാനിയുടെ മുന്നബ MBBS, PK, 3 Idiots ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അപ്പോൾ ഷാരൂഖ് ഖാനും കൂടി രാജ്കുമാർ ഹിറാനിയുടെ സിനിമയിൽ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിൽ വരുന്നതെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ പോയി കണ്ട ഒരു സിനിമയാണ് ഡങ്കി. ഷാരൂഖ് ഖാന്റെ റെഡ് ചില്ലീസ് പ്രൊഡക്ഷൻസും ഡങ്കിയുടെ പ്രൊഡക്ഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വിത്ത് രാജ്കുമാർ ഹിറാനി. അപ്പോൾ സിനിമയുടെ സ്റ്റോറി, കുറച്ച് ഫ്രണ്ട്സ് അവരുടെ ലൈഫിൽ വളരെ മോശം കണ്ടീഷൻസും ഉണ്ട്. ലാൽട്ടു എന്ന് പറയുന്ന പഞ്ചാബിലെ സ്ഥലത്തു നിന്ന് UK ഇമിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വിദ്യാഭ്യാസമില്ല, അതുപോലെ പോകാനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് ഇവർ ഉള്ള പൈസയൊക്കെ മുടക്കി ഇവർ UK മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ അവരെ ആ ഏജന്റ് പറ്റിച്ചു. അത് കഴിഞ്ഞ് ഒരു എക്സ് സോൾജിയറായ ഷാരൂഖ് ഖാന്റെ ക്യാരക്ടർ ഹാർഡി സിംഗ് എന്ന് പറഞ്ഞ ഒരാൾ ഇവരുടെ ഇടയിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരികയാണ്. ഇതിലെ മെയിൻ ഫീമെയിൽ ലീഡായിട്ടുള്ള തപ്സി പന്നു അവതരിപ്പിക്കുന്ന മന്നു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ബ്രദറിന് ഹാർഡിയുമായിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് വെച്ചിട്ടാണ് ഹാർഡി മനുവിനെ, അതായത് ഈ ലാൽട്ടുവിലേക്ക് എത്തുന്നത്. അവസാനം ഷാരൂഖ് ഖാന്റെ ക്യാരക്ടർ ഇവരെ UK എത്തിക്കാനും തിരിച്ച് UK നിന്ന് കുറേ വർഷങ്ങൾക്ക് 25 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലോട്ടാണ് ഈ സിനിമയിലുള്ളത്. ഇതിന്റെ കാസ്റ്റ് വളരെ രസകരമായിട്ടുള്ള ഒരു കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ് ഡങ്കി. ഷാരൂഖ് ഖാനാണ് ഹാർഡി മെയിൻ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യുന്നത്. തപ്സി പന്നു എന്ന് പറയുന്ന ക്യാരക്ടറാണ് പ്രസന്റ് ചെയ്യുന്നത്. തപ്സി പന്നു ആണ് സിനിമയിലെ ഫീമെയിൽ ലീഡ്. പിന്നെ സുഖി എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് അപ്പിയറൻസും ആയിട്ട് വിക്കി കൗശൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ വിക്കി കൗശലിന്റെ ഈ സുഖി എന്ന് പറയുന്ന ക്യാരക്ടറിനെ പോർട്രേ ചെയ്ത രീതി കൊണ്ടെല്ലാം വിക്കി കൗശൽ ശരിക്കും പറഞ്ഞാൽ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ഷോ സ്റ്റീലർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ബോമാൻ ഇറാനി, വിക്രം കോച്ചാർ, അനിൽ ഗ്രോവർ ഇവരൊക്കെ ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ്, അതായത് നിറഞ്ഞു നിൽക്കുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഇനി ഇതിന്റെ മ്യൂസിക്, ഇതിന്റെ സോങ്സ് ഇപ്പൊ വളരെ ഇൻസ്റ്റാഗ്രാമിലും റീലിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ലുട്ടുപുട്ടുകയ എന്ന് പറയുന്ന സോങ് ഒക്കെ വളരെ അടിപൊളിയായിട്ടുള്ള സോങ്ങുകളായിരുന്നു. പിന്നെ സിറ്റുവേഷൻസിനനുസരിച്ചുള്ള BGM, വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള സോങ്സും BGM-ഉം ആയിരുന്നു. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡങ്കി റൂട്ടിലൂടെയാണ് ഷാരൂഖ് ഖാൻ ഈ പറയുന്ന ഹാർഡി ഈ ബാക്കി ക്യാരക്ടേഴ്സിനെ UK കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്നത്. ഈ ഡങ്കി റൂട്ട് എന്ന് പറഞ്ഞാൽ ഡോങ്കി റൂട്ടാണ്, അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ് സാധാരണ വേറൊരു രാജ്യത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകാൻ യൂസ് ചെയ്യുന്ന ഡോങ്കി റൂട്ടാണ് ഈ ഡങ്കി എന്ന്. ബേസിക്കലി ആ സിനിമയുടെ പേര് ഡങ്കി എന്ന് പറയുന്നത് ഈ ഒരു ഡോങ്കി റൂട്ടിനെ പറ്റി, അതായത് ഈ ഡങ്കി റൂട്ടിനെ പറ്റി പറയുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് സിനിമയ്ക്ക് ഡങ്കി എന്ന് പറഞ്ഞ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡങ്കി റൂട്ടിലൂടെ ഷാരൂഖ് ഖാൻ ഇവരെ എല്ലാം കൊണ്ട് UK പോവുകയാണ്. അതാണ് സിനിമയുടെ പ്ലോട്ടിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് സിനിമയുടെ പ്ലോട്ട്. ഈ UK പോകുന്ന വഴിക്കുണ്ടാവുന്ന ഹേർഡിൽസ്, അവരെങ്ങനെയാണ് അവിടെ എത്തുന്നത്, എന്തോരു കഷ്ടപ്പെട്ടാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് വേറൊരു രാജ്യത്തേക്ക് ഇമിഗ്രേറ്റ് ചെയ്യുന്നത്, അവിടെ എത്തുമ്പോൾ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളതെന്നൊക്കെ ഈ സിനിമയിൽ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇനി ഇല്ലീഗൽ ഇമിഗ്രൻസ് അല്ല, സാധാരണ വിസ പ്രോസസ്സിലൂടെ ഒരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പോലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡങ്കിയിൽ പറയുന്നുണ്ട്. UK പറ്റിയാണ് സിനിമ. UK ഹെൽത്ത് സിസ്റ്റം, അതുപോലെ ഇവിടുത്തെ പോലീസിന്റെ സിസ്റ്റം, ഇവിടുത്തെ ലോ സിസ്റ്റം, ഇതിനെ പറ്റിയൊക്കെ ഡങ്കിയിൽ ചെറിയൊരു ഒരു ഐഡിയ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് UK വളരെയധികം നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ഡങ്കി. അതുപോലെ ഈ സിനിമയുടെ വേറൊരു രസകരമായിട്ടുള്ള ഫാക്ടർ എന്നാന്ന് വെച്ചാൽ UK പോകാൻ അത്രയും മാത്രം എന്തൂസിയാസ്റ്റിക് ആയിട്ട് എന്ത് വേണമെങ്കിലും സഹിച്ച് UK പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറച്ച് പ്രായം കഴിഞ്ഞ് ഒരു 25 years ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഈ UK പോകാൻ കാണിച്ച അതേ എന്തോസിയാസം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്തോസിയാസത്തിലൂടെ ഡങ്കി റൂട്ടിലൂടെ തന്നെ അവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് എത്തുന്ന ഒരു കാര്യം ഈ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ബേസിക്കലി അത് വേണമെങ്കിൽ ഇക്കരെ നിന്ന് അക്കരെ പച്ച എന്ന് പറഞ്ഞ ഒരു തിയറി ആയിട്ടോ, അല്ലെങ്കിൽ പ്രവാസികൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഉള്ള ഒരു ആ ഒരു ത്വര, അതിനുള്ള ഒരു സാധനമായിട്ടോ ഈ സിനിമ നമുക്കത് ഇതിൽ രണ്ടിലേതിൽ ഒരെണ്ണമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് സിനിമ പോർട്രേ ചെയ്യുന്നത്. പക്ഷെ സിനിമ വളരെ സിമ്പിളാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഇത്രയും ഒരുപാട് നാളുകളായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ഇത്രയും ചിരിച്ച ഒരു സിനിമ വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. ഡങ്കിയിലെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഒരുപാട് ചിരിച്ചു. ഒരുപാട് കോമഡി സീൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ക്യാരക്ടേഴ്സൊക്കെ UK സ്റ്റുഡൻറ് വിസ എടുത്ത് പോകാൻ വേണ്ടി IELTS ചേരും. അപ്പോൾ ഈ IELTS ക്ലാസ്സിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, ഇവർ IELTS
IELTS എക്സാമിൻ്റെ സമയത്ത് ബേസിക്കലി അത് ആ ഒരു ക്യാരക്ടർ കടന്നു പോകുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആണെങ്കിലും ഈ IELTSന്റെ സമയത്ത് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ വളരെ കോമഡി, വളരെയധികം തമാശ കോമിക് എലമെന്റ്സ് ഉണ്ടായിരുന്നു അതിൽ. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരുപാടൊന്നും ചിരി വന്നില്ല, കാരണം സെക്കൻഡ് ഹാഫ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്ലോട്ട്സ് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ചിരിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം എത്തിയപ്പോൾ ഹീറോയുടെ ക്യാരക്ടറായ ഷാരൂഖ് ഖാനും ഹീറോയിൻ്റെ ക്യാരക്ടറായ തപ്സി പന്നു 25 വർഷമായിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇഷ്ടം മാറാത്തത് കൊണ്ട് വേറെ കല്യാണമൊന്നും കഴിച്ചില്ല എന്നൊക്കെയാണ് സെക്കൻഡ് ഹാഫ് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവസാനം ഒരു ചെറിയൊരു വിഷമത്തോടെ ചെറിയൊരു വിഷമത്തോടെ സിനിമ എൻഡ് ചെയ്യും. പക്ഷെ അറ്റ് ദ എൻഡ്, ആ ഒരു എൻഡ് കഴിഞ്ഞിട്ടുള്ള ഒരു എൻഡിൽ കുറച്ച് ഹാപ്പി എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് 3 ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് പ്രായമായ 3 ഫ്രണ്ട്സ് ഒരുമിച്ച് ഹാങ് ഔട്ട് ചെയ്ത് അങ്ങനെ അവര് ലൈഫിൽ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയായാൽ മതി എന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് ഈ 3 മെയിൻ ക്യാരക്ടേഴ്സിന്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത് പോകുന്ന രീതിയിലാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. അടുത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഡങ്കി കാണുന്നത്, ഡങ്കി കാണേണ്ടത്, വൈ ഷുഡ് യു വാച്ച് ഡങ്കി? ഒന്നാമത്തേത്, നമ്മളിപ്പോൾ ഇറങ്ങുന്ന സിനിമകളിലുള്ള വയലൻസ് അല്ലെങ്കിൽ സീരിയസ് പ്ലോട്ട്സ് ഇതിൽ നിന്നൊക്കെ വളരെ മാറിയാണ് ഡങ്കി. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇന്ന് ഒരു സിനിമ കാണാൻ പോകാം, അല്ലെങ്കിൽ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ദിവസത്തിന് ശേഷം ഒന്ന് ഒരു ചില്ല് ചെയ്യാനൊരു സിനിമ കാണാൻ പോകാം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പറ്റിയൊരു സിനിമയാണ് ഡങ്കി. 1 ടൈം വാച്ചബിൾ ആണ്. പ്രത്യേകിച്ച് തിയേറ്ററിൽ വാച്ചബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ 1 ടൈം വാച്ചബിൾ ആണ്. നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ എന്തായാലും ചിരി വരും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ലാംഗ്വേജ് ഹിന്ദി അല്ല, എസ്പെഷ്യലി സബ് ടൈറ്റിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട്, തിയേറ്ററിലുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു, കോമഡിയൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. സോ സബ് ടൈറ്റിൽസ് ഉള്ള തിയേറ്ററിൽ പോയി കണ്ടാൽ ഡെഫിനറ്റ്ലി യു വിൽ എൻജോയ് ദിസ് മൂവി. എന്തായാലും സിനിമ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രാജ്കുമാർ ഹിരാനിയുടെ PK, മുന്ന ഭായ്, 3 ഇഡിയറ്റ്സ് അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകുന്നവർക്ക് അവരുടെ എക്സ്പെക്റ്റേഷൻസ് എക്സീഡ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. മിക്സ്ഡ് റിവ്യൂസ് ആണ് സിനിമയ്ക്ക്, മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ് സിനിമയ്ക്ക് പലരും പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ചില്ല് ചെയ്യാനൊരു സിനിമ, ഷാരൂഖ് ഖാൻ്റെ ഫാൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഷാരൂഖ് ഖാൻ്റെ പഴയ ആ ഒരു രസകരമായ ഒരു ആക്ടിംഗ് ഒക്കെ അതിലുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ടിങ് മോഡാണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഡങ്കി സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. സോ അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.